GST search, inspection and raid. When can it happen? ബിസിനസ് ഓണേഴ്സ് പലരും പേടിക്കുന്ന ഒന്നാണ് GST ഇൻസ്പെക്ഷൻ അല്ലെങ്കിൽ GST റെയ്ഡ്. ഏതൊക്കെ സാഹചര്യങ്ങളിലാണ് നിങ്ങളുടെ സ്ഥാപനത്തിൽ ഒരു GST ഇൻസ്പെക്ഷൻ അല്ലെങ്കിൽ റെയ്ഡ് നടക്കാൻ സാധ്യതയുള്ളത്? ഏതൊക്കെ സിറ്റുവേഷൻസിലാണ് ഒരു ഉദ്യോഗസ്ഥന് GST റെയ്ഡ് നടത്താൻ അനുമതിയുള്ളത്? പ്രധാനമായും സെക്ഷൻ 67 ഓഫ് GST ആക്ട് പ്രകാരമാണ് ഇതുപോലുള്ള നടപടികൾ ഉദ്യോഗസ്ഥർ സ്വീകരിക്കുന്നത്. സപ്രഷൻ ഓഫ് ട്രാൻസാക്ഷൻ, എക്സസ് ITC, സ്റ്റോക്ക് ഡിസ്ക്രിപ്പൻസി, ടാക്സ് ഇവേഷൻ ആൻഡ് ക്ലൻഡസ്റ്റൈൻ റിമൂവൽ. സെയിൽസ് മറച്ചുവെക്കുകയോ കൃത്യമല്ലാത്ത കണക്കുകൾ സബ്മിറ്റ് ചെയ്യുകയോ ചെയ്താൽ, അതുപോലെ എലിജിബിൾ ആയ ഇൻപുട്ട് ടാക്സ് ക്രെഡിറ്റിന് പുറമെ ഫേക്ക് GST ബില്ലുകൾ ഉപയോഗിച്ച് കൂടുതൽ ഇൻപുട്ട് ക്ലെയിം ചെയ്താൽ, പിന്നെ കൈവശമുള്ള സ്റ്റോക്കും ബുക്കിലെ സ്റ്റോക്കും മിസ്മാച്ച് വന്നാൽ, നികുതി വെട്ടിക്കുന്നു എന്ന് ഡിപ്പാർട്ട്മെന്റിന് ഇൻഫർമേഷൻ കിട്ടിയാൽ, ബില്ലുകൾ ഇല്ലാതെയോ മതിയായ രേഖകളില്ലാതെയോ സാധനങ്ങൾ കടത്തുകയോ വിൽക്കുകയോ ശ്രദ്ധയിൽപ്പെട്ടാലാണ് ഈ വക നടപടികൾ സ്വീകരിക്കുന്നത്. ഒരു ജോയിന്റ് കമ്മീഷണറോ അതിനു മുകളിലുള്ള ഓഫീസർക്കോ റീസൺ ടു ബിലീവ്, മതിയായ കാരണങ്ങൾ ഉണ്ടെന്ന് ബോധ്യപ്പെട്ടാൽ മാത്രമേ ഉത്തരവിടാൻ അനുവാദമുള്ളൂ. അതുപോലെ പരിശോധനയ്ക്ക് വരുന്ന ഉദ്യോഗസ്ഥരുടെ കയ്യിൽ GST INS 1 എന്ന ഓതറൈസേഷൻ ലെറ്റർ കൂടെ ഉണ്ടായിരിക്കണം. കൃത്യമായ ബില്ലിംഗ്, കൃത്യമായ റിട്ടേൺ ഫയലിംഗ്, കൃത്യമായ സ്റ്റോക്ക് മെയിൻ്റനൻസ്, ഇതൊക്കെ ശ്രദ്ധിച്ചാൽ നടപടികളെ പേടിക്കേണ്ടതില്ല. ബിസിനസ് എപ്പോഴും നിയമപരമായി കൊണ്ടുപോകാൻ ശ്രദ്ധിക്കുക. സ്റ്റേ ഇൻഫോംഡ്, സേവ് ടാക്സ് ലീഗലി ആൻഡ് ഗ്ലോബലി.